ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1351 ദിവസമായ ഇന്ന് 2025 ജനുവരി മാസം 25 ശനിയാഴ്ച, 1200 ആണ്ട് മകരമാസം 12 ഗുരുവചനങ്ങളിലൂടെ ഗൃഹസ്ഥാശ്രമകാലത്തിലെ ധനസമ്പാദനം ദാനധർമാദികൾക്ക് ചെലവാക്കണം. ദേവന്മാർക്ക് നിവേദ്യവും അതിഥി, അഗതി, ഭിക്ഷു ഇവർക്ക് ആഹാരവും യഥാവിധി നൽകണം. ഇതാണ് ഗൃഹസ്ഥാശ്രമത്തിന് അലങ്കാരമായിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ എൻ കുമാരനാശാൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകത്തിലെ 15-ാം അധ്യായത്തിലെ 5-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കോട്ടയത്ത് നിന്നും സ്വാമി ആലുവ അദ്വൈതാശ്രമത്തിലെത്തി സ്വൽപ്പ ദിവസം താമസിച്ചു. അവിടെ നിന്നും ഇടവത്തിൽ മലബാറിൽ പോയി മടങ്ങി വന്നു. മിഥുനത്തിൽ കൊല്ലത്ത് വന്ന് അവിടെ നിന്ന് ഏതാനും മാന്യഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരികളും ഒന്നിച്ച് കുറ്റാലം മുതലായ പല പുണ്യക്ഷേത്രങ്ങളും സന്ദർശിച്ചുകൊണ്ട് യാത്ര ചെയ്തു. മദ്രാസിലെത്തി സ്വൽപ്പ ദിവസം താമസിക്കുകയും അവിടെ നിന്ന് ബാംഗ്ലൂർ വരെ പോയി ആലുവയ്ക്ക് മടങ്ങുകയും ചെയ്തു. 1090 ആണ്ട് ചിങ്ങമാസത്തിൽ സ്വാമി ചെങ്ങന്നൂർ, തിരുവല്ല ഈ താലൂക്കുകളിൽ സഞ്ചരിച്ചു. സ്വജനങ്ങൾ സ്വാമിയെ ഏറ്റവും ഭക്തിപുരസരം അതാത് സ്ഥലങ്ങളിൽ എതിരേൽക്കുകയും സൽക്കരിക്കുകയും ആലുവ സ്ഥാപിക്കാൻ വിചാരിക്കുന്ന വിദ്യാലയത്തിന് ധനസഹായം ചെയ്യുകയും ചെയ്തു. ഈ യാത്രയിൽ പല മാന്യന്മാരും സ്വാമിയെ ആദരിക്കുകയും പൊതുവകയായുള്ള ചില സഭകളിൽ സ്വാമി സന്നിഹിതനാവുകയും ചെയ്തു. പുലയർ മുതലായ എളിയ വർഗക്കാരുടെ മേൽ ജനങ്ങൾക്ക് അനുകമ്പ തോന്നേണ്ട ആവശ്യകതയെപ്പറ്റി ഈ സന്ദർഭത്തിൽ സ്വാമി പലരോടും സ്വകാര്യമായി ഉപദേശിക്കുകയും സ്വാമി പ്രത്യക്ഷമായി ആ വർഗക്കാരോട് ഭേദമില്ലാതെയും പ്രത്യേകം സ്നേഹപൂർവമായും പെരുമാറുകയും ചെയ്തു. സ്വാമിയുടെ ഈ സ്നേഹപ്രകടനം ആ സ്ഥലത്തെ സ്ഥിതിക്ക് പ്രത്യേകം ആവശ്യം തന്നെ ആയിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.